ഹായ് ഹലോ, എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം. അപ്പോൾ ഞാൻ പോയ അന്നത്തെ വീഡിയോസും പിന്നെ അതിൻ്റെ പിറ്റേന്ന് എടുത്ത വീഡിയോസും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ മുഴുവനായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചൊക്കെ തുടങ്ങിയതായിരുന്നു. പിന്നെ ഓരോരോ സംസാരത്തിലൊക്കെ പെട്ട് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല, വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ദിവസം എടുക്കല്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഇതാ മക്കളും മദ്രസ് വിട്ട് വന്നതിൻ്റെ ശേഷം നമ്മളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഞാൻ മക്കളൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്മ പറഞ്ഞത് ചെയിനൊക്കെ എടുത്ത് കഴുത്തിലിട്ടൊക്കെ ഇവിടെ വെച്ച് പോകണ്ട, കുറുവ സംഘങ്ങളൊക്കെ നടക്കണതാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഓരോരോ ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ ചെയിനൊക്കെ കഴുത്തിലെടുത്ത് ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ പോകാൻ നിൽക്കുന്ന ഒരാൾ കണ്ടില്ലേ, പഴയ കളർ ചിത്രം ബുക്ക് കണ്ടപ്പോൾ അതും മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ഈ ഒരു വളയും കൂടി ഇട്ടിട്ടാ. ഇതിൻ്റെ കയ്യിൽ ഒരുപാട് വർഷം മുന്നുള്ളത് കാക്ക ഗൾഫിലായ ടൈമിൽ അവിടെ നിന്ന് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 4-5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. എന്താണെന്നറിയില്ല, ഇത് ഇതുവരെ കേട് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കണം, നല്ലോണം ഉപയോഗിച്ച് ഇപ്പം പിന്നെ അങ്ങനെയാണ് മടുത്തപ്പോൾ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഇതിപ്പോൾ കണ്ടപ്പോൾ ഒന്നുകൂടി ഇടാൻ പൂതിയപ്പോൾ അങ്ങനെ കൈമലെടുത്ത് ഇട്ടതാണ് കേട്ടത്. എല്ലാ ഡ്രസ്സുക്കും ചേരും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എൻ്റെ കൈയാണെങ്കിൽ വലിയ കൈ ആയതുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് നിൽക്കാനും ഈ ഒരു വള നല്ലതായിട്ട് തോന്നിട്ടൊക്കെ കൈമക്ക് ഇട്ടാലൊരു കോലം തോന്നലുണ്ട് ഈ ഒരു വള ഇട്ടാൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മൾ കുളിച്ച് മാറ്റി ഒരു പാടാണ്, മുഖത്തൊന്നും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് നമ്മൾ മോയ്സ്ചറൈസർ ഒന്ന് മുഖത്തിട്ട് കൊടുക്കുകയാണ്. അല്ലാത്ത മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തത് കൈമലും അവിടെ ഇവിടെ ഇക്കാണ്ടാക്കി. അപ്പോൾ എൻ്റെത് കണ്ട് ഇതാ മോളും മുഖത്തിടുകയാണ് കേട്ടോ. അവളതൊന്നും ഇടലില്ല, പക്ഷെ ഞാൻ ഇടുന്നത് കണ്ടിട്ട് അവളിട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ 2 ദിവസത്തിനായിട്ട് നമ്മൾ വീട്ടിലേക്ക് നിൽക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ പോയാലും ഒരു മദ്രസ ഒരു സ്കൂളോ ലീവാകും. കാരണം വെള്ളിയാഴ്ച മദ്രസ് ഉണ്ടാവില്ല, അപ്പോൾ നോക്കുമ്പോൾ സ്കൂൾ ഉണ്ടാവും. പിന്നെ ശനി ഞായറും സ്കൂൾ ഉണ്ടാവില്ല, അപ്പോൾ ശനി ഞായറും മദ്രസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒന്ന് പോകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഏതായാലും ശനിയാഴ്ച ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത്, വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോകുന്നത്. ശനിയാഴ്ച പോയാൽ മദ്രസ ഇട്ടാണ്ട് പോയാൽ പിന്നെ ഞായറാഴ്ചത്തെ ഒരു മദ്രസേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശനി പോയാൽ ശനി നിൽക്കും, ഞായർ നിൽക്കും. തിങ്കളാഴ്ച രാവിലെ മദ്രസക്ക് ആവണ ഒരു ടൈമിൽ 7:00 ഇവിടെ എത്തണം, കൊടുഞ്ഞിലെത്തണം എന്നാണ് ഉള്ള പ്ലാനിങ്ങിലാണ് ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളിവിടുന്ന് കുറച്ച് അങ്ങനെയാണ്ട് പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും വീട്ടിലൊക്കെ എത്തിയതിൻ്റെ ശേഷം ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ്ട് എത്തിയതായിരുന്നു. പിന്നെ എന്താ അമ്മേൻ്റെ പൂച്ച അതൊക്കെ ഉണ്ട്, നല്ല ഉറക്കട്ടെ. ഇവനെ എപ്പം നോക്കിയാലും ഉറങ്ങിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ എനിക്ക് ഞാൻ കഴുത്തിൽ കെട്ടാനൊരു മണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പൂച്ചയുള്ള ടൈമിൽ കാക്ക പൂച്ചക്ക് കഴുത്ത് കെട്ടി കൊടുത്തിരുന്ന മണിയുണ്ട്. അപ്പോൾ അതിങ്ങനെ അവിടെ ക്ലീൻ ആക്കിയപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വേഗം ബാഗിലെടുത്തിട്ടാണ് കേട്ടോ അമ്മക്ക് കൊടുക്കല്ല. അമ്മ പൂച്ച ഭ്രാന്താണ് അമ്മക്ക്. അപ്പം ഞാൻ ഉമ്മാക്ക് കൊടുന്ന് കൊടുത്താണ്. ഉമ്മ അപ്പം തന്നെ അത് കഴുത്തിലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മുഴുവനായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം, വിശേഷം കാര്യങ്ങളൊക്കെ എടുക്കണമൊക്കെ വിചാരിച്ചിന്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയാൽ വർത്താനം കൂട്ടും ഇതൊക്കെ ആയി. അങ്ങനെ ഞാനും നാത്തൂനും കുറേ വർത്താനം പറഞ്ഞിരുന്നു, പിന്നെ ഉമ്മയും ഞാനും കുറേ വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെയാണ്ട് സമയം പോയി. വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും പിന്നെ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ മക്കൾ പിന്നെ അകത്ത് കണ്ട് കയറിയതാണ്. പിന്നെ ഉമ്മാൻ്റെ ഫോണൊറ്റ അവരവിടെ റൂമിൽ ഫോൺ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തിയാൽ പിന്നെ ആകെയുള്ള പരിപാടി, ഉമ്മാൻ്റെ ഫോണിൽ റെസ്റ്റ് ഉണ്ടാവില്ല, അമ്മേൻ്റെ ഫോണിൽ റെസ്റ്റ് ഉണ്ടാവില്ല. ഉമ്മാൻ്റേത് ചാർജ് ചെയ്യുമ്പോൾ അമ്മേൻ്റെ ഇമ്മക്ക് പോകും, അമ്മേൻ്റെ കഴിയുമ്പോൾ തിരിച്ചും കിട്ടാൻ വരും. അങ്ങനെയാണ്ട് ഫോണുമ്മലാണ്ട് ഇരിക്കൽ രണ്ടാളെ പരിപാടി. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ വർത്തമാനം പറഞ്ഞിരുന്ന ഡ്രസ്സൊന്നും മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് മാറാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയാൽ ഉള്ള പരിപാടി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കൂട്ട് ഡ്രസ്സ് പോലും ഇവിടെ വെക്കില്ല, ഞാൻ വരുമ്പോഴേ കൊണ്ടുവരില്ല. ഒക്കെ ഇവിടെ വന്നാൽ ഉമ്മാൻ്റെ മാക്സ് എടുത്തിടണം, എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അവനാൻ്റെ വീട്ടിൽ ചെന്നാലും ഉമ്മാരെ മാക്സി വലിച്ച് വാരിടണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഉമ്മാൻ്റെ മാക്സി ആണെങ്കിൽ എനിക്ക് ടൈറ്റ് ചെയ്യിക്കാം. ഞാനും ഒരു തടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഉമ്മ നല്ല ടൈറ്റിലെ മാക്സി ഇടുള്ളൂ. അപ്പം ഉമ്മാൻ്റെ കൈയൊക്കെ ഭയങ്കര ടൈറ്റ് ആയിക്കാരൊക്കെ. പിന്നെ കുറേ പിരായി പറയുകയൊക്കെ ചെയ്യും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നതെന്നൊക്കെ പറയും. എനിക്ക് ലൂസിലിടണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഏതായാലും ബാഗും കാര്യങ്ങളൊക്കെ ഇതാ അൾമാരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമാണ് കേട്ടത്.
അപ്പോൾ അലമാരയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മാക്സി ഇട്ടിട്ടുള്ള വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഫുള്ള് മാക്സി ഇട്ട് കാണുന്ന വീഡിയോസ് ആയിക്കാരം, അതും ഉമ്മാൻ്റെ മാക്സി ഇട്ട് കാണുന്ന വീഡിയോസ് ആയിക്കാരം ഉണ്ടാവുക. അപ്പോൾ 5 കൈക്കുണ്ടാവില്ല കേട്ടോ, മാക്സി ഇട്ടാൽ എന്തോ കൊള്ളിമ്മ ഇട്ട പോലെയാണ്, ഒരു ഒരായി കോലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടിഞ്ഞീന്ന് മാക്സി എടുത്തിടലില്ല. ഇവിടെ വന്നാലല്ല സ്വസ്ഥതയിൽ സമാധാനത്തോടു കൂടി മാക്സി ഇട്ട്, പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങില്ലല്ലോ, ഫുള്ളകത്ത് തന്നെ ഇക്കാരം, മുറ്റത്തേക്ക് പോലും ഇറങ്ങലുണ്ടാവില്ല. അപ്പം മനം മാക്സി ഇട്ടുകാണ്ട് അതൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഉമ്മ എൻ്റെ അത്ര തന്നെ ഹൈറ്റ് ഇല്ല കേട്ടോ. അപ്പം ഉമ്മാൻ്റെ മാക്സി എനിക്ക് കുറച്ച് ഇറക്കം കുറവായിക്കാരം, കണ്ടില്ല. അപ്പോൾ നെരിയാണിൻ്റെ ആ ഒരു പാകത്തിനായിട്ടാണ് കേട്ടോ മാക്സിൻ്റെ ഇറക്കം. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് തലേന്നത്തെ ബാക്കി വന്നിട്ടുള്ള പൊരിയാണ് കേട്ടോ, പഴം പൊരിച്ചതും അതുപോലെ ബ്രെഡ് പൊരിച്ചതും. അപ്പോൾ അത് ഉമ്മ കാസറോൾ എടുത്ത് വെച്ചതായിരുന്നു, അപ്പോൾ അത് തന്നതാണ്. പിന്നെ ചായയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചായക്ക് പിന്നെ വലിയ ആവശ്യമൊന്നുമില്ല, നമ്മൾ ചായ കുടിച്ച് പോകുന്നതല്ലേ. പിന്നെ മക്കൾക്കുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനിതാ സിറ്റൗട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കണ്ട. അപ്പോൾ ഇവിടെ വന്നാൽ ആകെ സിറ്റൗട്ടിൽ കുറേ നേരം ഇരിക്കും, അതേപോലെ വെറുതെ ഇങ്ങനെ റൂം ഫോണും കണ്ടിരിക്കുക, അതാണ് പരിപാടി. പിന്നെ സിറ്റൗട്ടിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മളെ കണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇതിലൂടെ ഇങ്ങനെ പോകണം. നമ്മളത് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ കുറേ റോഡ് കൂടി നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ പോകുമ്പോൾ അതും നോക്കി ഇങ്ങനെ വായി നോക്കി ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വൈബാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വന്ന അന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ അടുത്ത ദിവസം ഇതാ ഇവിടുന്ന് തൊട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മക്കൾ ഇവിടെ ആയിരുന്നു കേട്ടോ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കർട്ടനില്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ അതിന് മുന്നേ ഇട്ട കർട്ടൻ 13 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, 14 വർഷമായിട്ടുണ്ടാവും ഈ കർട്ടന്. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. അന്നത്തെ ഒരു മോഡൽ ഇതായിരുന്നു, ഇപ്പോഴും ഒരു മാറ്റം ഇല്ല കേട്ടോ, അതേപോലെ ഉണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഇതാ ഇവിടെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ അടുക്കളയ്ക്കൊക്കെ വന്ന് ചാടിക്കാൻ നേരത്താണ് എണീറ്റ് അടുക്കളയ്ക്ക് വരുന്നത്. നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, 8 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ചായ കൂടിയൊക്കെ കഴിഞ്ഞിക്കാണ്ട് പിന്നെ ഇതാ നമ്മൾ അകം അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അടുപ്പത്തെ പണി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം അകം അടിച്ചേരി തുടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ അകൊക്കെ ഒന്ന് അടിച്ചേരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ദാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ മക്കൾ കിടന്നതൊക്കെ കണ്ട് വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ എണീറ്റ് പോകുന്ന പാടം തന്നെ അതും ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോൾ കിടക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ച് നന്നാക്കേണ്ടി വരും, കാരണം ഇപ്പോൾ ഇടയ്ക്ക് വന്ന് കണ്ട് കിടക്കും, പിന്നെ എണീറ്റ് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചായ രാവിലെ നേരത്തെ കുടിക്കും കേട്ടോ ചായ. ഇപ്പോൾ ഒരു 7 മണി 7:30 ഒരു ചായ കുടിക്കും. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് കിടക്കണതാണ്. അങ്ങനെ പിന്നെ രണ്ടാമത് വന്ന് കണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തതാണ്. പിന്നെ അതൊക്കെ പഴയ പത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് ഷോക്കേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്നാകെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് വന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായപ്പോൾ. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ലൈക്ക് ഉണ്ടായാലാണ് നമ്മളെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ആയിട്ട് വിടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അങ്ങനെ അടിച്ചുവാരലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പം അത് ഓഫീസ് റൂമിൽ കൊടുന്ന് ഇട്ടുകാണ്ട് വാതിലൊക്കെ പൂട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മടക്കി നോക്കുമ്പോൾ ചെറിയൊരു നനവിട്ട് രണ്ട് സോഫയിലായിട്ട് അങ്ങനെ വെച്ചിക്കാണ് ഉമ്മ ചെയ്തിട്ടുള്ളത്. അപ്പം മടക്കി വെക്കുമ്പോൾ ഒരു ചെറിയ നനവ്, അപ്പം എന്താണ് ചെറിയ ഉണങ്ങാത്തതൊരു പിന്നെ സോഫയിലും ഉണങ്ങിയതൊരു സോഫയിലും അങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഏതായാലും ഉണങ്ങിയതൊക്കെ എന്നാണ്ട് മടക്കൊക്കെ നിവർത്തിയിട്ട് ഇതാ നല്ലോണം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണങ്ങാത്തത് ഞാനിതൊക്കെയാണ് അയലുമ കൊണ്ടുപോയി ഇടാണ് കേട്ടോ. ചെറിയൊരു നനവുണ്ട്, നമുക്ക് മടക്കി വെക്കാനൊക്കെ ആയിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് മേലെ നമുക്ക് ഷീറ്റ് ഇട്ടത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല വെയിലും വെളിച്ചമാണ് കേട്ടോ ഇവിടെ. ഒന്നും കേട്ട് വെയിലട്ടിയാൽ തന്നെ ഉണങ്ങും, നല്ല വെയിലാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അയലുമ്മൽ ഇട്ട് കൊടുത്താട്ടെ. അപ്പം നമുക്ക് ഇവിടെ
ഷീറ്റിട്ട ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ തോരയിട്ടാൽ തന്നെ ഉണങ്ങും. പക്ഷെ ഉമ്മാക്ക് പിന്നെ മുറ്റത്ത് ആ ഒരു തിരുമ്മലൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെയാണ്ട് ഇടുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് മേലെ ഷീറ്റ് ഇട്ട സ്ഥലം ഒരുപാടെല്ലാം ഒഴിഞ്ഞെടുക്കണം, നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി തോരട്ടൂടെ, എന്നാൽ പിന്നെ ഇങ്ങനെ എടുക്കലും വെക്കലും ആവണ്ടല്ല, മേലെ ഷീറ്റിൽ അവിടെ ഇട്ടാൽ ഉണങ്ങുമ്പോൾ പോയി എടുത്താണ് മടക്കി വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല വിശാലമായിട്ട് ഷീറ്റ് ഇട്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല വെയിലുള്ള ഏരിയ ആണ്. അപ്പോൾ നല്ലോണം വെയിലടിക്കണ ഭാഗമാണ്. അപ്പോൾ പിന്നെ പുറത്ത് വെയിലട്ടാത്ത ബേജാറൊന്നും വേണ്ട, വെയിലൊക്കെ നല്ലോണം തട്ടും ആ ഭാഗത്തേക്ക്. ഇപ്പം തന്നെ കണ്ടില്ലേ, പിന്നെ ഒരു നേരെ പെട്ടലൊക്കെ ആവണുള്ളൂ, നല്ല വെയിലൊക്കെ ഉദിച്ച് വരുന്ന കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊക്കെയാണ് നാത്തൂൻ്റെ പരിപാടികളൊക്കെ തീർത്ത് ഇതൊക്കെയാണ് തിരുമ്പാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇന്ന് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ 12 ആകുമ്പോൾ കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ വേഗം പണികളൊക്കെ തീർത്തിക്കാണ്. അപ്പോൾ ഇതൊക്കെ വെണ്ടക്ക കറി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ആളെ തിരുമ്പാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറി വന്നൊന്ന് നോക്കിയതാണ്, ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് റൂമിൽ വരുമ്പോൾ ഇതൊക്കെയാണ് ഇവർ ഫുൾ ടൈം ഫോണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മോൾ ഇതൊക്കെയാണ് പൂച്ചനെറ്റ്. പൂച്ചയാണെങ്കിൽ എന്ത് ചെയ്താലും പ്രശ്നമില്ലാത്തൊരു പച്ച പാവാണ് കേട്ടോ. എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, അങ്ങനെ കിടന്നുകൊടുക്കും, തിന്നുക കിടന്നുറങ്ങുക, തിന്നുക കിടന്നുറങ്ങുക, ഇതാണ് അവൻ്റെ പരിപാടി. എവിടെ സ്ഥലം കാണണം അവിടെ കയറി കൊടുക്കും. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല, അതരെ കട്ടുമ്പോൾ കയറി കിടക്കുകയും നമ്മളിവിടെ നിൽക്കണം, നമ്മൾ ഇടയിൽ വന്ന് കാണാണ്ട് കയറി കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ വർത്താനം പറഞ്ഞുള്ള ശല്യം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ ഞാൻ തുടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കസാരയിൽ കയറിക്കാണ്ട് ആൾ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒച്ചപ്പാടൊക്കെ കേട്ട് ഉണർന്നിട്ടുണ്ട്, ഫുള്ള് ഉറക്കണാക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും തുടക്കണ പരിപാടിയാണ്. അപ്പോൾ കല്യാണത്തിന് ഉമ്മയും നാത്തൂനും അമ്മായിയും ആങ്ങളെയും കൂടി ആണ് പോകുന്നത്. ഇപ്പോൾ പോണില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തുടക്കൽ കഴിഞ്ഞിട്ട് മക്കളെ രണ്ടാളെയും കുളിപ്പിക്കണം. അവർ കുളിക്കും, പക്ഷെ ഞാൻ ഓടിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കുളിക്കാൻ നിൽക്കാനും. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.